ഹലോ, എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഷെൽസ് ഉപയോഗിച്ച് ഒരു വിൻഡ് ചൈം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ബീച്ചിൽ പോയപ്പോൾ കുറച്ച് ഷെൽസൊക്കെ പറക്കിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഹോൾസ് ഇട്ട് കൊടുക്കണം. കുറേ എണ്ണത്തിലൊക്കെ ഞാൻ ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതെങ്ങനെ ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. ആദ്യം തന്നെ ഞാനൊരു പേപ്പർ അവിടെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് കട്ടിയിൽ പേപ്പർ മടക്കി വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ പഴയ ഏതെങ്കിലും ബുക്ക് എടുത്താലും മതി. നമ്മുടെ ഈ ഷെല്ല് ഇതുപോലെ മലർത്തി വെച്ചിട്ട് വേണം ഇതിൽ ഹോളിട്ട് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് അത് പൊട്ടിപ്പോവും. ഞാനൊരു ആണി എടുത്തിട്ടുണ്ട്. നമുക്ക് എവിടെയാണോ ഹോളിട്ട് കൊടുക്കേണ്ടത് ആ ഭാഗത്തായിട്ട് ഇതേപോലെ ഇങ്ങനെ ആണി വെച്ച് ഞാൻ ഈ ഷെല്ലിൻ്റെ മേൽഭാഗത്തായിട്ടാണ് ഹോളിട്ട് കൊടുക്കാൻ പോണത്. എന്നിട്ട് ഇതുപോലെ പതുക്കെ തട്ടി കൊടുക്കുക കേട്ടോ. നല്ല സ്ട്രോങ് ആയിട്ട് ആണി അടിച്ച് കഴിഞ്ഞാൽ ഇത് വേഗം പൊട്ടിപ്പോവും. അപ്പോൾ പതുക്കെ ഒന്ന് തട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ചെറിയ ഹോൾ ഇതിൽ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ആണി ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് തിരിച്ച് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് അനുസരിച്ച് ഹോൾ കുറച്ചൊന്ന് വലുതാക്കി എടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ബാക്കിയുള്ള എല്ലാത്തിലും ഹോൾസ് ഇട്ട് കൊടുക്കുക. ചിലപ്പോൾ നമ്മൾ ഇതേപോലെ ആണി അടിക്കുന്ന ടൈമിൽ ആ ഷെല്ല് കുറച്ച് കൂടുതലായിട്ട് ആ ഭാഗത്ത് പൊട്ടിപ്പോവും. അങ്ങനെയാകുമ്പോൾ ഇതുപോലെ വലിയ ഹോള് കിട്ടും, പക്ഷേ കുഴപ്പമൊന്നുമില്ല. മൊത്തത്തിൽ ഷെല്ല് പൊട്ടിപ്പോവാണ്ട് നമ്മൾ സൂക്ഷിച്ചാൽ മതി. അങ്ങനെ ഞാൻ മൊത്തം 25 ഷെല്ലിൽ ഹോളിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 5 റോസ് ആക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഓരോന്നിലും 5 എണ്ണം വെച്ചിട്ട്. ഈ താഴെയുള്ളതുണ്ടല്ലോ ചെറുതായിട്ട് ഇങ്ങനെ ഡിസൈൻ ഉള്ളതാണ്, ലൈൻസ് ഉണ്ട്. അപ്പോൾ ഓരോരോ സെറ്റായിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി വെക്കുകയാണ്. മേലേക്ക് ചെല്ലുന്തോറും ചെറിയ ഷെൽസാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അങ്ങനെ 5 എണ്ണം 5 എണ്ണത്തിൻ്റെ 5 സെറ്റാക്കിയിട്ട് ഇത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഓരോന്നിലും പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ലൈൻസ് ഉള്ള ഷെല്ലുണ്ടല്ലോ അതിലാണ് പെയിൻറ്റ് ചെയ്ത് എടുക്കുന്നത്. ഓരോന്നിലും ഓരോ സെറ്റിലും ഓരോരോ കളേഴ്സായിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ ആദ്യത്തേതിൽ ബ്ലൂവും വൈറ്റും കൂടി മിക്സ് ആക്കിയിട്ട് ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡാക്കിയിട്ടാണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അക്രിലിക് പെയിൻ്റാണ് ഞാൻ യൂസ് ചെയ്യണത്. ഈ ഒരു കളറാണ് ഈ 5 എണ്ണത്തിൽ ഞാൻ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് ഉണങ്ങാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതിൽ ഗ്രീനും വൈറ്റും കൂടി മിക്സ് ആക്കിയിട്ട് ഈ ഒരു ഷെയ്ഡാക്കിയിട്ടാണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പോണത്. ഏകദേശം എൻ്റെ നെയിൽ പെയിൻറ്റിൻ്റെ കളറുണ്ടല്ലേ, അങ്ങനെ അത് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതും നമുക്ക് മാറ്റി വയ്ക്കാം, നന്നായിട്ട് ഉണങ്ങട്ടെ. അടുത്തത് ഓറഞ്ചും വൈറ്റും കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് ഓറഞ്ചിൻ്റെ കളർ കുറച്ചൊന്ന് ലൈറ്റ് ആക്കിയിട്ടാണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ അതും പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കപ്പോൾ അതും മാറ്റി വയ്ക്കാം. അടുത്തത് യെല്ലോ കളർ ഡയറക്റ്റായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. വൈറ്റൊന്നും ഞാൻ മിക്സ് ചെയ്തിട്ടില്ല. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഏതൊക്കെ കളേഴ്സ് കൊടുത്തു എന്നുള്ളതാണ് കാണിച്ചു തരണത്. ഇനി ലാസ്റ്റായിട്ട് ലൈറ്റ് ഗ്രീൻ കളറാണ് കൊടുക്കുന്നത്. ലൈറ്റ് ഗ്രീൻ കളർ ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഗ്രീൻ കളറിൽ കുറച്ച് യെല്ലോ കളർ മിക്സ് ആക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു ഷെയ്ഡ് കിട്ടും. അങ്ങനെ അതും പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് ബീഡ്സ് ആണ് കേട്ടോ. ബീഡ്സ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് നൂല് വേണം. ഞാനിവിടെ സാധാരണയായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ യൂസ് ചെയ്യണ വൈറ്റ് കളർ നൂലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ നൂലുണ്ടല്ലോ, അതുണ്ടെങ്കിൽ അതെടുക്കാവുന്നതാണ്. നൂല് ഞാനിങ്ങനെ 2 ഇഴയിൽ എടുത്തിട്ടുണ്ട്, ഇതേപോലെ. ഇനി നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഷെല്ലിനും ഓരോന്ന് വെച്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഫോൾഡ് വന്ന ഭാഗം ഉണ്ടല്ലോ നൂലിൻ്റെ, അതാണ് ഞാനിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ ഫോൾഡ് ഇങ്ങനെ നിവർത്താം. ഇതേപോലെ ഫോൾഡ് ഇങ്ങനെ നിവർത്തിയിട്ട് ഈ നൂല് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് വിട്ടുപോരില്ല, അങ്ങനെ തന്നെ ഇരുന്നോളും. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിലിത് കെട്ടിക്കൊടുക്കാവുന്നതാണ്. എനിക്ക് നല്ലതെന്ന് തോന്നുന്ന രീതിയിലാണ് ഇപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ വേറെ ഏതെങ്കിലും രീതിയിൽ കുറച്ച് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനൊരു ബീഡ് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു ഷെല്ല് ഇതിലിട്ട് കൊടുക്കണം. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ഇത്രയും ഒരു ഡിസ്റ്റൻസിലാണ് അടുത്ത ഷെല്ല് വെച്ച് കൊടുക്കാനായിട്ട് പോണത്. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ ആയിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ കെട്ടിയതിന് ശേഷം ഈ 2 ഇഴയിലുള്ള നൂലുണ്ടല്ലോ അതിന് വേറെ വേറെ ആക്കുകയാണ് കേട്ടോ. ഇതേപോലെ ആക്കിയിട്ട് ഈ ഒരെണ്ണം ഷെല്ലിൽ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ കെട്ടിയ സ്ഥലത്ത് എത്തുമ്പോൾ ഇത് സ്റ്റോപ്പ് ആവും, താഴേക്ക് പിന്നെ ഇറങ്ങില്ല. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഈ 2 നൂലും കൂടിയിട്ട് ഇതേപോലെ കെട്ടിട്ട് കൊടുക്കുക. 2 വട്ടം നമ്മൾ ഇതേപോലെ കെട്ടിട്ട് കൊടുക്കണം. അങ്ങനെ അത് കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 2 നൂലും കൂടി ചേർത്ത് പിടിച്ച് അടുത്തൊരു ബീഡ് ഇതിൽ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഓറഞ്ച് കളറുള്ള ഷെല്ലാണ് ഇട്ട് കൊടുക്കാൻ പോണത്. അത് നമ്മൾ അളവ് നോക്കുക, എത്ര നീങ്ങിയിട്ട് വേണമെന്ന് നോക്കിയിട്ട് നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ഈ നൂല് ഇതേപോലെ കെട്ടിക്കൊടുക്കുക. 2 നൂലും ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി പിടിക്കുക. ഒരെണ്ണത്തിൽ കൂടെ നമ്മുടെ ഈ ഷെല്ലിങ്ങനെ കോർത്ത് കൊടുക്കുക. എന്നിട്ട് കെട്ടിട്ട് കൊടുക്കുക. നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഈ 5 ഷെല്ലും നമ്മൾ ഈ ഒരു രീതിയിൽ
ഈ ത്രെഡിൽ ഇങ്ങനെ കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ എല്ലാതും നമ്മൾ അതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഈ ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മേലെ കുറച്ച് നൂല് ബാക്കിയുണ്ട്, അത് അവിടെ തന്നെ നിന്നോട്ടെ. ഈ ഒരു രീതിയിൽ നമ്മൾ ബാക്കിയുള്ള 4 നൂലിലും കൂടി ചെയ്തെടുക്കണം. അങ്ങനെ മൊത്തം നമ്മൾ 5 എണ്ണം നമുക്ക് ഹാങ് ചെയ്തിടാനുള്ള 5 എണ്ണം നമ്മൾ ഷെൽസൊക്കെ കെട്ടിക്കൊടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതേപോലെയുള്ള റിങ്ങാണ്. ഞാനിത് നമ്മുടെ എംബ്രോയിഡറി തുന്നാനായിട്ട് യൂസ് ചെയ്യുന്ന ഫ്രെയിം ഉണ്ടല്ലോ, ചെറിയ ഫ്രെയിം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ഫ്രെയിമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതില്ലയെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, നമ്മൾ കാർഡ് ബോർഡിൽ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുക, റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഞാനിതിൽ 5 പോയിൻറ്റ്സ് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്, ഏകദേശം ഈക്വൽ ആയിട്ടുള്ള അകലത്തിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മാർക്ക് ചെയ്ത ഓരോ പോയിന്റിലും നമ്മൾ ഓരോ നൂലായിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഈ പോയിന്റിൽ കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മൾ ഈ നൂല് കെട്ടിക്കൊടുക്കുക. നീങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടി 2-3 വട്ടം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കുക. ഗ്ലൂ ഗൺ ഉണ്ടെന്ന് വെച്ചാൽ ആ നൂലുമ്പോൾ ഒന്ന് ഒട്ടിച്ചും കൂടി കൊടുത്താൽ പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീങ്ങി പോവില്ല. ബാക്കിയുള്ള നൂല് ഞാൻ കട്ട് ചെയ്തൊന്നും മാറ്റണില്ല കേട്ടോ, നമുക്കത് ആവശ്യമുണ്ട്. അങ്ങനെ 5 എണ്ണം ഞാൻ കെട്ടിക്കൊടുത്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ 5 എണ്ണം കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള നൂലുണ്ടല്ലോ അതെല്ലാം കൂടി നമുക്കിങ്ങനെ ചേർത്ത് പിടിക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് പിടിച്ച് നമ്മളുടെ റിങ് കറക്റ്റായിട്ട് റൗണ്ടായിട്ട് തന്നെ നിൽക്കണം, ചെരിഞ്ഞൊന്നും നിൽക്കാൻ പാടില്ല. ആ രീതിയിൽ നമ്മൾ പിടിച്ചു കൊടുക്കുക ഈ നൂല്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലും ഹെൽപ്പ് വാങ്ങിക്കാം. എന്നിട്ട് ഇത് ചേർത്ത് പിടിച്ചിട്ട് നമ്മൾ ടൈറ്റ് ചെയ്തൊന്നും അങ്ങോട്ട് കെട്ടിക്കൊടുക്കുക. പിന്നെ നമുക്ക് എവിടെയാണ് ഹാങ് ചെയ്തിടേണ്ടതെന്ന് വെച്ചാൽ നമുക്കിത് ഹാങ് ചെയ്തിടാവുന്നതാണ്. അപ്പോൾ ഞാനിത് കെട്ടിക്കൊടുത്ത് ഇത് ഹാങ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. നല്ല രസമല്ലേ കാണാനായിട്ട്, അതുപോലെ ഇതിൻ്റെ സൗണ്ട് കേൾക്കാനും നല്ല രസമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് പറയുക. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ഇങ്ങനെ ഒരു ചാനലുണ്ടെന്ന് പറയുക, വീഡിയോസ് ഉണ്ടാക്കാനായിട്ട് പറയുക. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനിന്ന് പോവാണ്, വേറെ വീഡിയോ ആയിട്ട് വരാം. താങ്ക്